ഇനി എങ്ങനെയാണ് അന്വേഷണം മുന്നിലേക്ക് പോകുന്നത് എന്നുകൂടി നോക്കാം. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ, ഇവർ തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. കോടികളുടെ ഇടപാടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥിര വരുമാനം പോലും ഇല്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സമ്പത്തുണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ഇടപാടുകൾ നടക്കുന്നത്, ഇതെല്ലാം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെയും ഇനി വിശദമായ അന്വേഷണം നടക്കുന്നതായിരിക്കും. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതിയേർക്കപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക സംഘം. പ്രതി ചേർക്കപ്പെട്ടവരുടെ ഫോൺ വിളി വിശദാംശങ്ങൾ ശേഖരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ശബരിമലയിലെത്തി അവിടെയുള്ള പാളികൾ പരിശോധിച്ചു. സന്നിധാനത്ത് നിന്ന് കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചാണ് മറ്റൊരു അന്വേഷണം നടക്കുന്നത്. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കോടികളുടെ വഴിപാടുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അക്കൗണ്ട് പരിശോധനയിൽ ബിസിനസ്സോ വരുമാന മാർഗങ്ങളോ കാണുന്നില്ലെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 2025 കാമാക്ഷി എന്റർപ്രൈസസ് അയച്ച 10 ലക്ഷം രൂപയാണ് പോറ്റിക്ക് ലഭിച്ചിരിക്കുന്ന ആകെ വരുമാനം. ഈ നിലയ്ക്ക് പോറ്റിക്ക് കോടികളുടെ വഴിപാട് നടത്താൻ പണം എവിടെ എന്നതാണ് ചോദ്യം. സ്പോൺസർഷിപ്പ് കച്ചവടത്തിലൂടെ വൻ ലാഭം നേടുന്നു എന്നാണ് സംശയം. ഇതോടെയാണ് ഇക്കാര്യങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചത്. അതേസമയം പോറ്റി ഇപ്പോൾ എവിടെയെന്നതിൽ വ്യക്തതയില്ല. 1998 വിജയമല്യ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലടക്കം ശ്രീകോവിലിൽ തങ്കം പൊതിഞ്ഞതിന്റെ രേഖകൾ ദേവസ്വം വിജിലൻസ് പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.